വിയറ്റ്നാമിൽ ടൂറിസ്റ്റ് തട്ടിപ്പുകൾ വളരെ സാധാരണമാണ്. നിങ്ങൾ ആദ്യമായാണ് ഇവിടം സന്ദർശിക്കുന്നതെങ്കിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് കറൻസിയുടെ കാര്യം നോക്കാം. വിയറ്റ്നാം പണത്തിൽ ഒരുപാട് പൂജ്യങ്ങളുണ്ട്. 5 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം എന്നിങ്ങനെ. ചില നോട്ടുകളുടെ നിറം കണ്ടാൽ ഒരുപോലെ തോന്നും. ഉദാഹരണത്തിന് 5 ലക്ഷത്തിന്റെ നോട്ടും 20,000ത്തിന്റെ നോട്ടും തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ തുക അബദ്ധത്തിൽ നൽകേണ്ടി വരും. അതുകൊണ്ട് പണം നൽകുന്നതിന് മുൻപ് എപ്പോഴും ഒന്നുകൂടി പരിശോധിക്കുക. ടാക്സിയിൽ കയറുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. മീറ്റർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചില ഡ്രൈവർമാർ മീറ്റർ ഇടാതെ അവസാനം വലിയ തുക ആവശ്യപ്പെടാറുണ്ട്. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഗ്രാബ് പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് ഫോട്ടോ തട്ടിപ്പാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരമ്പരാഗത വസ്ത്രം ധരിച്ചവർ നിങ്ങളെ ഫോട്ടോ എടുക്കാൻ ക്ഷണിച്ചേക്കാം. അവർ വളരെ സൗഹൃദപരമായിട്ടായിരിക്കും പെരുമാറുക. എന്നാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവർ പണം ആവശ്യപ്പെടും. അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് പണം നൽകണോ എന്ന് വ്യക്തമായി ചോദിക്കുക. നിങ്ങൾ ഹോച്ചി മിൻ സിറ്റിയിലാണെങ്കിൽ ബെന്താൻ മാർക്കറ്റിൽ ശ്രദ്ധിക്കുക. അവർ വിൽക്കുന്ന പല സാധനങ്ങളും ഒറിജിനലിന്റെ ഡ്യൂപ്ലിക്കേറ്റുകളായിരിക്കും. അവിടെ ഷോപ്പിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നന്നായി വിലപേശാൻ മറക്കരുത്. അവർ പറയുന്ന ആദ്യത്തെ വില ഒരിക്കലും നൽകരുത്. ഹാനോയിലെ സൈക്കിൾ റിക്ഷ യാത്രകളും ശ്രദ്ധിക്കണം. ഡ്രൈവർ ആദ്യം 50,000 ഡോങ് എന്ന് പറഞ്ഞേക്കാം. എന്നാൽ യാത്ര കഴിഞ്ഞാൽ അതൊരാൾക്ക് 50,000 എന്ന നിരക്കിലാണെന്ന് അവർ വാദിക്കും. അതുകൊണ്ട് കയറുന്നതിന് മുൻപ് തന്നെ ആകെ തുക എത്രയാണെന്ന് ഉറപ്പുവരുത്തുക. അവസാനമായി വിയറ്റ്നാം കാപ്പിയുടെ കാര്യം. ചിലയിടങ്ങളിൽ വിദേശികളിൽ നിന്ന് നാട്ടുകാരെക്കാൾ കൂടുതൽ പണം ഈടാക്കാറുണ്ട്. അതുകൊണ്ട് ഓർഡർ ചെയ്യുന്നതിന് മുൻപ് മെനു പരിശോധിക്കുക. വിയറ്റ്നാം അതിമനോഹരമായ ഒരു രാജ്യമാണ്. കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്താൽ തട്ടിപ്പുകളിൽ പെടാതെ നിങ്ങൾക്ക് ഈ യാത്ര ആസ്വദിക്കാം. സ്മാർട്ടായി യാത്ര ചെയ്യൂ. വിയറ്റ്നാം ആസ്വദിക്കൂ.